എവിടെ ചെന്നാലും നമ്മളൊരു പൊടി മുന്നിലേക്കാണ് കയറി നിൽക്കണം. എവിടെ പോയാലും നമ്മൾ ലീഡേഴ്സ് ആവും. അതുപോലെ നിങ്ങൾ നിൽക്കണം. പിന്നെ ഇതിന്റെ എന്റെ പ്ലസ് ടു അധ്യാപകരൊക്കെ ഞാനിവിടെ കണ്ടു. ഷാലി മാഡത്തിന്, അതുപോലെ ജോയ് പീറ്റർ മാഷിനൊക്കെ ഓർക്കാണ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പാനോട്ട് ഇങ്ങനെ ടിക് 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 നടിക്കും. ബോറടിച്ചിട്ടല്ല, സമയം പോകണ്ട. അപ്പൊ മാഷ് പറയും പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് ടിക് ടിക്. അങ്ങനെ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രസീത മിസ്സിനൊക്കെ ഇവിടെ പ്ലസ് ടു സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ മാഷേ? അങ്ങനെ തന്നെ സന്തോഷത്തിൽ പോകുന്നു. പിന്നെ കോളേജ് ഇവിടെ നിന്ന് അങ്ങോട്ട് പുരോഗതിയാണ്. ഈ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോഴേ നമുക്കൊരു വിറയാണ്. അത് പേടിയുടെ വിറയല്ല, പ്രൗഢിയുടെ വിറയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസ് നടത്താൻ വേണ്ടി ഞാൻ കോടതിക്ക് പോയിട്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട്, പോലീസ് അക്കാദമിയിലെ എസ്ഐമാർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോൾ നമ്മുടെ കാലിനൊരു ഭയം. അത് പേടിയുടെ അല്ല, അത് പ്രൗഢിയുടെയാണ്. 10ഉം +2ഉം പോയിട്ട് D.Ed കോളേജ്, B.Ed കോളേജ്, പിന്നെ CMI സ്കൂള്, പിന്നെ എന്തൊക്കെയാ അവിടെ ഉള്ളത്, ആർട്സ് കോളേജ്, എല്ലാ തരത്തിലും വളരെ രീതിയിൽ വളർന്നു വരികയാണ്. അതിന് ഞാൻ കാരണം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CMI ഫാദേഴ്സിന്റെ ഒരു ദീർഘവീക്ഷണമാണ്. ചാവറ അച്ഛൻ എന്ന് പറയുന്ന വിശുദ്ധനായ വ്യക്തി അന്ന് പള്ളിക്കൂടം സ്ഥാപിച്ചു, പിടിയേരി എടുത്തിട്ട് ഭക്ഷണം കൊടുക്കാൻ ആരംഭിച്ചു, ദീപിക എന്ന് പറയുന്ന പത്രം ആരംഭിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് അച്ഛന്മാര്, ദീർഘവീക്ഷണമുള്ള അച്ഛന്മാര് CMI സഭയിൽ നിന്ന് പുറപ്പെടുക. അത്തനേഷ്യസ് അച്ഛൻ എന്റെ അപ്പാപ്പ പറയാറുണ്ട്, ഒരു സ്ഥലത്ത് പറമ്പ് കഴിച്ചു ആശ്രമം സ്ഥാപിക്കാൻ, ഗോവേന്ദ. അവിടെ പാമ്പിന്റെ ശല്യം, വടി പിടിച്ച് രാത്രി പാമ്പിനെ തല്ലി കൊല്ലാനല്ല അച്ഛൻ ഇരുന്നത്. അച്ഛൻ ഗിനിക്കോഴിനെ കൊണ്ടുവന്ന് ആ പറമ്പിൽ ഇറക്കി വിട്ട് ആ പാമ്പിനെ ഒഴിവാക്കി അവിടെ ഗോവേന്ദ പണിത ചരിത്രം എന്റെ പപ്പ പറയാറുണ്ട്. അതുപോലെ തന്നെ ഗബ്രിയേൽ അച്ഛൻ നിങ്ങൾക്കറിയാം, അമല ആശുപത്രിയുടെ ഡയറക്ടർ, സ്ഥാപക ഡയറക്ടറാണ് ഗബ്രിയേൽ അച്ഛൻ. ഗബ്രിയേൽ അച്ഛന്റെ പ്രത്യേകത എന്താ? അച്ഛൻ പത്മഭൂഷൺ നേടിയിട്ടുള്ള പ്രാഞ്ചിയാട്ട സിനിമ നിങ്ങൾ കണ്ടിട്ടോ? പ്രാഞ്ചിയാട്ട സിനിമയില് ഇന്നസെന്റും മമ്മൂട്ടിയും കൂടി ബിഷപ്പിനെ കാണാൻ പോകണം. അപ്പൊ പത്മശ്രീ കിട്ടാത്തതിന്റെ വിഷമം പറയുമ്പോ ബിഷപ്പ് പറയും പത്മശ്രീ കൊണ്ടൊന്നും വലിയ കാര്യമില്ല. അപ്പൊ ഇന്നസെന്റ് പുറത്തിറങ്ങിയിട്ട് മമ്മൂട്ടിയോട് പറയാം, ബിഷപ്പിന് പത്മശ്രീ കിട്ടാത്തതിന്റെ കുശുമ്പ ഏതെങ്കിലും ബിഷപ്പുമാർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ടോ? അപ്പോഴാണ് ഈ അച്ഛനെ നമ്മൾ ഓർക്കുക, ഈ ഗബ്രിയേൽ അച്ഛന് പത്മശ്രീ അല്ല, അതുക്കും മേലെ പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള അച്ഛനാണ് ഗബ്രിയേൽ അച്ഛൻ. അങ്ങനെ ഒരുപാട് ദീർഘവീക്ഷണമുള്ള അച്ഛന്മാരുടെ കീഴിൽ വളർന്നത് കൊണ്ടാണ് ഇത്രയധികം മുന്നോട്ട്. സ്റ്റാഫ് സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല, സ്റ്റാഫ് നല്ല സപ്പോർട്ടാണ്. പക്ഷെ ഇങ്ങനെ ഒരു പാരമ്പര്യത്തിൽ വരുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റും. പിന്നെ പാവർട്ടി ഗോവേന്ദയ്ക്ക് പല പ്രത്യേകതകളുണ്ട്. പാവർട്ടി മൊസൈക്ക് എന്ന് പറയുന്ന പുതിയ സംരംഭം ഒരുപാട് പേർക്ക് തൊഴിൽ നൽകിയ സംരംഭം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് പാവർട്ടി ഗോവേന്ദയിലാണ്. അതുപോലെ ആർച്ച്, ഈ ബിൽഡിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പഴയ ബിൽഡിങ്ങിൽ ശ്രദ്ധിച്ച ആർച്ചുകൾ കാണാം, ഒരുപാട് ആർച്ചുകൾ. ഇത് കണ്ടിട്ട് എന്റെ പപ്പ വീട് പണിയുമ്പോൾ വീട്ടിൽ ഉൾപ്പെടുത്തി ഒരാർച്ചല്ല 7 ആർച്ച്. എന്റെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം, കാർപോച്ച ആർച്ച്, കയറി വന്ന കൊടുത്ത ആർച്ച്, ജനലിൽ ആർച്ച്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ബിൽഡിങ്ങിനുണ്ട്, സ്ഥാപനത്തിനുണ്ട്. പിന്നെ ഇതിന്റെ ഒരു മുദ്രാവാക്യം ലെബർ ഒമിനിയ വിൻസിറ്റ് എന്ന് വെച്ചാൽ അധ്വാനം എല്ലാത്തിനും കീഴടക്കുന്നു. നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ പാരമ്പര്യം മാത്രമല്ല, നല്ല അധ്വാനം കൂടി ഉണ്ടെങ്കിലാണ് വിജയം ഉണ്ടാവുന്നത്. കോങ്കേഴ്സ് ഓൾ, എല്ലാത്തിനും കീഴടക്കുന്നു അധ്വാനം. അപ്പോ ഈ വിദ്യാഭ്യാസ പാരമ്പര്യത്തോടൊപ്പം അധ്യാപകരുടെയും കുട്ടികളുടെയും കഠിനാധ്വാനമാണ് ഈ വിജയം ഉണ്ടാക്കി തന്നതെന്ന് എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എനിക്ക് അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യത്തിന്റെ ഭാഗമായത്. അത് കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ കൊച്ചിനെ ഞാൻ ഈ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട്. പക്ഷെ CMI സ്കൂളിലാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. റീന ടീച്ചർക്ക് മാഷിനെ എനിക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. പക്ഷെ നിർഭാഗ്യത്തിന് റീന ടീച്ചർക്ക് ഇന്ന് ഉണ്ടായിരുന്നില്ല. ടീച്ചർക്കും എല്ലാവിധ ആശംസകൾ പറയുന്നു. സ്ഥാപനത്തിനും എല്ലാ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത്ര നേരം നന്ദി, നമസ്കാരം.